നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. സിനിമാ ലൊക്കേഷനുകളിൽ രാസലഹരിയുടെ ഉപയോഗം പരസ്യമായി തുറന്നു പറഞ്ഞത് നിർമ്മാതാക്കൾ. തൊട്ടുപിന്നാലെ ലഹരി ഉപയോഗിച്ച് പല്ലുപോയ നടന്റെ വിവരം പരസ്യമായി പറഞ്ഞത് നടൻ ടിനി ടോം. ലൊക്കേഷനുകളിൽ ഷാഡോ പോലീസുകാരെ നിയോഗിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. എന്നിട്ടോ കഴിഞ്ഞ ദിവസം ഒരു സംവിധായകന്റെ ഹോട്ടൽ മുറിയിൽ റെയ്ഡ് നടന്നു. അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഫെഫ്ക, പരസ്യമായി തന്നെ. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണന്റെ ഇതുമായി ബന്ധപ്പെട്ട വാക്കുകൾ കേൾക്കാം. ഒരു നിയമപരമായ ഒരു പരിശോധന തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു നിലപാട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരനോ ഒരു സംഘടനയ്ക്കോ എടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും എടുക്കാൻ കഴിയില്ല. ഞങ്ങളും അത് എടുക്കുന്നില്ല. പക്ഷെ ഞങ്ങളെ ഇവിടെ അലോസരപ്പെടുത്തുന്ന ചില സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ഉപയോഗിക്കാത്ത ഒരാൾ, ഇത്രയും ആളുകളുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രയും ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു റൂമിൽ മാത്രം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് അവരുടെ ഏറ്റവും ടോപ്പ് ബ്രാസ്, ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ 100% സക്സസ് റേറ്റ് ഉള്ള ഒരു ടീമാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും കിട്ടാതെ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ടീം വന്ന് ഇത്ര വിശദമായ ഒരു പരിശോധന നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ടിപ്പ്, ഒരു ഇൻഫർമേഷൻ ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതൊരു ഗൂഢാലോചനയാണ്. ഈ സോഴ്സ് റിവീൽ ചെയ്യുക എന്നുള്ളത് ഒരു അന്വേഷണ ഏജൻസിയും ചെയ്യുന്നതല്ല. ഞങ്ങളോട് റിവീൽ ചെയ്യണ്ട. പക്ഷേ ഇത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയായിട്ട് കാണണം. ഒരാളെ ഫ്രെയിം ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ഈ സോഴ്സ് ആരാണെങ്കിലും, ഒന്നോ അതിലധികമോ ആളുകൾ ഉണ്ടാവാം, നമുക്കറിയില്ല, ആരാണെങ്കിലും അവരെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടിപ്പ് നജീം കോയക്കെതിരെ ഇങ്ങനെ ഒരു വ്യാജ വിവരം നൽകി നജീം കോയയുടെ മുറിയിലേക്ക് വിട്ടു. അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് എന്താ? അവിടുന്ന് എന്തെങ്കിലും സംഗതി കിട്ടുമെന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അതിനകത്ത് പ്ലാൻ ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പരസ്യമായി പട്ടിക നൽകാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സിനിമാ ലൊക്കേഷനുകളിലെ പരിശോധന പ്രഹസനമാകുന്നത്? സിനിമാ മേഖല ഒറ്റപ്പെട്ട തുരുത്താണോ? ആരോപണം ഉന്നയിച്ചവരെ ചോദ്യം ചെയ്യാത്തത് എന്തേ? ലൊക്കേഷനിൽ പോലീസ് വേണ്ടെന്ന ഫെഫ്കയുടെ നിലപാട് ശരിയാണോ? നിർമ്മാതാക്കൾ നൽകാമെന്ന് പറഞ്ഞ ലഹരിക്കാരുടെ പട്ടിക എവിടെ? പുകയുന്ന സിനിമാ ലഹരി പരിശോധനയിൽ പതിരോ? സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. സിനിമാ സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര, നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ശ്രീ ലിബർട്ടി ബഷീർ, ഒപ്പം ശ്രീ ജോർജ് ജോസഫ്, മുൻ SP, ടെലിഫോൺ ലൈൻ, അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു പരിശോധനയെ ക്രിമിനൽ ഗൂഢാലോചന എന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഫെഫ്ക വിശേഷിപ്പിക്കുന്നത്? സിനിമാ ലൊക്കേഷനുകളിലെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പരസ്യമായി തുറന്നു പറഞ്ഞത് നിർമ്മാതാക്കളും നടന്മാർ പോലുമാണ്. എന്നിട്ടും പോലീസ് അവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു പരിശോധനയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമായി കൂടി ഇതിനെ കണ്ടുകൂടെ? തീർച്ചയായിട്ടും കാണാൻ രഞ്ജിത്ത്. അതായത് എനിക്കിത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. അവരെ ഈ ബി ഉണ്ണികൃഷ്ണന്റെ ഈ പ്രസ്താവന കാണും. നജീം കോയ എന്ന് പറയുന്ന സംവിധായകന്റെ മുറിയിൽ, അല്ലെങ്കിൽ അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എക്സൈസ് സംഘം അവിടെ കയറിച്ചത് പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ മുറിയിൽ ഇയാളെ ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ആളുകളെ സംശയം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ എക്സൈസ് സംഘത്തിനും പോലീസിനും ഒന്നും ആരെയും പോയി പരിശോധിക്കാനോ ആരെയും റൂമിൽ പോയി ചെക്ക് ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമ്മുടെ നാട്ടില്? ഇതെല്ലാം രാഷ്ട്രീയത്തിന് അതീതമല്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ സംഘടനയുടെ ആളുകൾ തന്നെ ഇത് പറയുന്നത് എന്നുള്ളതാണ് ഗൗരവമായിട്ട് എടുക്കേണ്ടത്. ഈ ബി ഉണ്ണികൃഷ്ണന് എങ്ങനെ അറിയാം ഈ നജീം കോയ അയാളുടെ റൂമിൽ ഈ സംഗതികൾ ഇല്ല എന്നും, അല്ലെങ്കിൽ ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നത് ബി ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് അറിയാവുന്നത്? കുറെ നാളായി ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോ ഈ കഞ്ചാവും ലഹരി മാഫിയൊക്കെ അടിച്ചു നടക്കുന്ന ആളുകളെ വിളിപ്പിക്കാൻ നടക്കുന്നതായിരുന്നു. അയാളുടെ ഒരു സിനിമയിൽ ഷൈൻ ടോം ജോക്കോ അഭിനയിച്ചു കഴിഞ്ഞപ്പോ, ഷൈൻ ടോം ജോക്കോ നേരത്തെ ജയിലിൽ വരെ ആയിപ്പോയ ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അയാളെ പരമാവധി ന്യായീകരിച്ച് അടുത്ത സിനിമയിൽ ഷൈൻ ടോം ഇല്ലാത്ത ഒരു സിനിമ ഇല്ല എന്ന് വരെ പറഞ്ഞ ആളാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ. അതേപോലെ ബി ഉണ്ണികൃഷ്ണൻ ഒരു സിനിമയുടെ പ്രൊമോഷനാണ്, ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു പ്രൊമോഷനാണ് കേരളത്തിൽ പോലീസ് അന്വേഷിക്കുന്ന ഒരു ക്രിമിനൽ ഇവിടെ വന്നത്.
ലഹരി മാഫിയയും സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ അവിടെ പങ്കെടുത്തതാണ് ലേ മെറിഡിയൻ ഹോട്ടലില്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു സംഘടനയുടെ ബലത്തിൽ ഈ സിനിമാ രംഗത്തെ മുഴുവൻ ഈ ലഹരി മാഫിയകളുടെ പിടിയിൽ കൊണ്ട് കൊടുക്കുന്ന ഇതേപോലെയുള്ള സംഘടന നിർമ്മാതാക്കളാണ് ഈ ലഹരി ഉപയോഗത്തെ കുറിച്ച് വിലപിച്ചത്. പട്ടിക നൽകാമെന്ന് പറഞ്ഞതും നിർമ്മാതാക്കളാണ്. പക്ഷെ അതൊക്കെ എവിടെ പോയി എന്നുള്ളത് നമുക്കിനിയും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ നടന്മാരുടെ വിരട്ടലിൽ ഈ പട്ടിക മുങ്ങിപ്പോയോ എന്നത് നമ്മൾ കാണണം. ഈ വാർത്താ സമ്മേളനം നടത്തി 2-ാം ദിവസം തന്നെ ഇവർക്കതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു പട്ടിക ഇല്ല എന്ന് മറ്റൊരാൾ വന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തുടർച്ചയായി ടിനി ടോമിനെ പോലുള്ള നടൻ പോലും ഈ ലഹരി ഉപയോഗിച്ച് പല്ലുപോയ ആളുകളെ തനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഒപ്പം ഈ നിർമ്മാതാക്കൾ പട്ടിക കൈമാറുമെന്ന് പറഞ്ഞിട്ട് അതും എവിടെ പോയി എന്നത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. രഞ്ജിത്തിന് അറിയാമെന്നറിയില്ല, അന്ന് ന്യൂസ് 8 തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ പട്ടിക പ്രൊഡ്യൂസേഴ്സ് പുറത്തിറക്കും എന്ന് പറഞ്ഞതിന്റെ അന്ന് തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നു. ഒരു കാരണവശാലും ഒരാളുടെ പേര് പോലും ഇവർ പറയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അന്ന് ഞാൻ സർവ്വ ചാനലുകളുടെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ വ്യവസായത്തിൽ ഇതിനകത്ത് വൃത്തികേടുകൾ കാണിക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ അവർക്കും താല്പര്യമില്ല. ഇത് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് മാത്രം വിചാരിച്ചുകൊണ്ടൊന്നും ഇതിനൊരു ഒരു മറുപടി ഉണ്ടാകില്ല. ഇതിനകത്ത് ഈ കൂടെ നിൽക്കുന്ന ആളുകൾ, ഈ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളും ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതിനകത്ത് ഈ അടുത്ത കാലത്ത് ഒരു ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ചാനലിന്റെ മിക്കവാറും ചാനലുകളിലെല്ലാം കോമഡി ഷോയ്ക്കൊക്കെ പോകുന്ന ഒരു പ്രശസ്തനായ ഒരു നടൻ, ഇയാള് 2-2.5 ലക്ഷം രൂപയൊക്കെ മേടിച്ചുകൊണ്ടാണ് ഓരോ ചാനലിലും ഓരോ ദിവസം പോയിരിക്കുന്നത്. പോയിരിക്കുന്ന ആള് അന്നൊരു പണിക്ക് വിളിച്ചപ്പോ, ഒരു വർക്കിന് വിളിച്ചപ്പോ അവിടെ കഞ്ചാവ് ലേഹ്യം അടിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ ആരെങ്കിലും? അയാളെ കൈയോടെ ആ ചാനലിൽ വിട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. കഞ്ചാവ് ലേഹ്യം അടിച്ചുകൊണ്ട് ഈ വർക്കിന് വന്നിരിക്കുക. അപ്പൊ സിനിമയുടെ ലൊക്കേഷൻ എന്തായിരിക്കും? ഈ കാരവനിലൊക്കെ കയറിയിട്ട് ഈ പോലീസിനും എക്സൈസിനും ഒക്കെ പരിശോധിച്ചാൽ എന്താണ് കുഴപ്പം? ഇത് ഇവരെന്താ സിനിമാക്കാരെന്താ നിയമത്തിൽ? ഈ ഷാഡോ പോലീസിനെ, ശ്രീ ബൈജു കൊട്ടാരക്കര, ഷാഡോ പോലീസിനെ ലൊക്കേഷനുകൾ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം സിനിമ ഷൂട്ടിംഗ് എന്നും അതിന്റെ സംവിധാനവും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അവിടെ പോലീസ് ഒന്നും കയറി പരിശോധിക്കാൻ പറ്റില്ല. ഞങ്ങളവിടെ ആരെയും അങ്ങോട്ട് അനുവദിക്കില്ല. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ ഷാഡോ പോലീസിനെയും ഇനി ഒരു ലൊക്കേഷനിലും അനുവദിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഫെഫ്കയുടെ പ്രതിനിധികൾ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഫെഫ്കയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഉണ്ണികൃഷ്ണനാര് ഇവിടുത്തെ മുഖ്യമന്ത്രി, ഇയാൾക്ക് എന്താണ് അവകാശം ലൊക്കേഷനുകളിൽ ഷാഡോ പോലീസിനെ അനുവദിക്കത്തില്ല എന്ന് പറയാൻ? എന്താണ് അവകാശം? നട്ടെല്ലാം ഓടിക്കണം, അതാണ് വേണ്ടത് പോലീസ് കയറിയിട്ട്. ഇങ്ങനെ പറയുന്നവരെ വേണം ആദ്യം സംശയിക്കാൻ. ഈ ബി ഉണ്ണികൃഷ്ണനെ പോലെ ഈ സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഇതേമാതിരിയുള്ള ഈ ലഹരി കച്ചവടത്തിനും പെൺവാണിഭത്തിനും ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം ന്യായീകരണം നിരത്തുന്ന ഇയാളെ പോലുള്ള ആളുകളെ വേണം ആദ്യം സിനിമയിൽ നിരോധിക്കാൻ. അല്ലാതെ മോഹൻലാലിന്റെ ഒരു ഡേറ്റ് മേടിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും എവരൊന്നും സിനിമാക്കാരനല്ല. സിനിമയെ നശിപ്പിക്കാൻ നടക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പുതുതലമുറയെ നശിപ്പിക്കാൻ നടക്കുന്ന ആളുകളാണ്. ഇയാൾക്ക് പറയാൻ, ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ഒരു സംഘടന തലപ്പെടുത്തുകൊണ്ട് നടത്താൻ ഇയാൾക്ക് നാണമുണ്ടോ? ഇവിടുത്തെ എക്സൈസുകാരും പോലീസുകാരും ഇത് കേട്ടുകൊണ്ട് വാലാട്ടി നടക്കുകയാണോ? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പോലും. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ലൊക്കേഷനുകളിൽ പോലീസിനെയും അതേപോലെ എക്സൈസുകാരെയും കയറ്റാതിരിക്കാൻ. ഇത് എവിടുത്തെ ന്യായമാണിത്? ഇത് എവിടുത്തെ നിയമമാണ്? ഈ സിനിമാക്കാർക്ക് എന്താ തലയില് വേറെ വല്ല കൊമ്പ് കുളിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഒരു ന്യായമല്ല. ഞാൻ പറഞ്ഞ ഇയാളെ പോലെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ സിനിമയിൽ വളർത്തുന്നതിന്റെ ഒന്നാമത്തെ കക്ഷി. അത് ഒരു കാരണവശാലും വിസ്മരിച്ചുകൂടാ. ഈ പത്രസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കും. നജീം കോയ എന്ന് പറയുന്ന മനുഷ്യന്റെ റൂമിൽ പോലീസുകാർ കയറി, അവർക്കൊന്നും കിട്ടിയില്ല. പോലീസുകാരെ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ചെല്ലുന്നിടത്ത് എല്ലായിടത്തും പ്രതികളെ കിട്ടണമെന്നുണ്ടോ? പോലീസുകാർക്ക് എക്സൈസുകാർക്ക് ചിലപ്പോൾ സംശയം തോന്നിക്കാണും. ആ സംശയത്തിന്റെ പുറത്താണല്ലോ അവർ പരിശോധിക്കാൻ വേണ്ടി ചെന്നത്. സംശയത്തിന്റെ പുറത്ത് പരിശോധിക്കാൻ ചെന്നപ്പോ ഇനി മേലാൽ ലൊക്കേഷനിൽ കയറ്റാൻ സമ്മതിക്കില്ല. ഇയാൾ ആര്? തമ്പുരാന് ലൊക്കേഷൻ കയറ്റാൻ സമ്മതിക്കാതിരിക്കെ. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ. ആളുകളെയും സിനിമാക്കാരെയും ഒക്കെ പറഞ്ഞ് തെറ്റിച്ച്, പറഞ്ഞ് പിന്തിരിപ്പിച്ച്
ഇവരെയൊക്കെ ഈ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന ഇതേപോലെയുള്ള ചില വൃത്തികെട്ട സിനിമാക്കാർ. ശരി 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 ലിബർട്ടി ബഷീർ, ആദ്യം വേണ്ടത്. നിർമ്മാതാവ് രഞ്ജിത്ത് ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പക്കൽ പട്ടികയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പരസ്യമായ ലൊക്കേഷനുകളിൽ രാസലഹരി ഉപയോഗിക്കുന്ന നടന്മാരുണ്ട് എന്ന് പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ അന്ന് താങ്കൾ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ആവേശത്തിന്റെ പുറത്താണ് ഇവരൊക്കെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോലും ആരും പോകില്ല. അത് സത്യമായിരിക്കുന്നു. ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ട് ഇപ്പോൾ എത്ര നാളായി? അതിനുശേഷം ഈ പട്ടിക ഇവർ കൈമാറിയോ? ഈ നടന്മാർക്ക് വിലക്ക് എന്ന രീതിയിൽ അവരെ സിനിമയിൽ നിന്ന് അന്ന് ആരോപണ വിധേയരായ 2-3 നടന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിനപ്പുറം ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചു? ഇപ്പോഴും അവർ ലൊക്കേഷനുകളിൽ അത്തരത്തിൽ തന്നെ പെരുമാറുന്ന സാഹചര്യം ഉണ്ടാകാം. ഇവരുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവിൻ്റെ മുറിയിൽ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ ഇനി ലൊക്കേഷനുകളിൽ പോലും ഞങ്ങൾ ഒരു പോലീസിനെയും അനുവദിക്കില്ല എന്ന് പറയുകയാണ് ഫെഫ്കയുടെ പ്രതിനിധികൾ. നമ്മുടെ നിയമ സംവിധാനത്തെ ഏത് തരത്തിലാണ് ഇവർ കാണുന്നത്? രഞ്ജിത്തെ, ഞാൻ നേരത്തെ ആദ്യത്തെ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ് ഇതൊന്നും പ്രായോഗികമായിട്ട് നടക്കില്ല എന്നല്ല. കാരണം ഒരു സിനിമ ലൊക്കേഷനിൽ ഈ എക്സൈസോ അല്ലെ പോലീസ് ഡിപ്പാർട്ട്മെന്റോ എൻഫോഴ്സ്മെന്റോ കയറി പരിശോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഇന്ത്യയിൽ ഒരു സിനിമ നടക്കാൻ പോകുന്നില്ല. കാരണം ഒരു മിനിറ്റിന് വരെയുള്ള ഓരോ മിനിറ്റിനും അതിന്റെ പൈസയാണ്. സിനിമ ലൊക്കേഷൻ പണം തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിനും നമ്മുടെ പോലീസിലെ എമൗണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം, ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ശ്രീ ലിബർട്ടി ബഷീർ, ശബ്ദം കേൾക്കുന്നില്ല. ദയവായി മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. ശ്രീ ലിബർട്ടി ബഷീർ, തിരിച്ചു വരാതിലേക്ക് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ പരിശോധനകൾ നടക്കണമെങ്കിൽ ലിസ്റ്റ് കൈമാറൂ എന്ന് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ സിനിമാ മന്ത്രിയാണ്. നിങ്ങളുടെ പക്കൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് നൽകൂ, ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറയുന്നു. ലിസ്റ്റ് കൈമാറാമെന്ന് ആദ്യം നിർമ്മാതാക്കൾ പറയുന്നു. പക്ഷേ ഇപ്പോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. പിന്നീട് സിനിമാ സംഘടനകൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് ആരൊക്കെ ലഹരി ഉപയോഗിക്കുന്നു, ആരൊക്കെ സിനിമാ ലൊക്കേഷനുകളിൽ രാസലഹരി അടിമകളാണോ അവർ ഇപ്പോഴും അനുസ്യൂതം അത് തുടരുന്നു. ഒരു പരിശോധനയും ഒരു തരത്തിലും നടക്കാത്ത പശ്ചാത്തലമാണ്. സിനിമ എന്താണ്, ഒറ്റപ്പെട്ട തുരുത്താണോ? വലിയ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ കേട്ടു. ഈ ഇൻഡസ്ട്രി അങ്ങ് നടക്കണം, അത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഇതിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാകണം. അതേസമയത്ത് ഇവിടെ അറിയപ്പെടുന്ന നടന്മാർ ഡ്രഗ്സ് അടിക്കുന്നവരുണ്ട്. സിനിമാ മേഖലയിലെ ടെക്നീഷ്യന്മാർ പലരും ഡ്രഗ്സ് കഴിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു റെയ്ഡ് നടത്തി, അത് തിരുവനന്തപുരത്തു നിന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് കൊച്ചിയിലെ ആ ഡയറക്ടറുടെ അവിടെ ഒരു റെയ്ഡ് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് 10-12 പേരുണ്ടായിരുന്നു. അവരെല്ലാം വെളിയിൽ ഇറക്കി നിർത്തിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് യൂണിറ്റ് അവിടെ മുഴുവൻ പരിശോധിച്ചു. 2-2.5 മണിക്കൂർ പരിശോധിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അതൊരു റോങ് ഇൻഫർമേഷൻ ആകാം. കാരണം ചിലപ്പം ഡയറക്ടറോട് വൈരാഗ്യമുള്ള ഏതൊരു ടീമാകാം, അതൊക്കെ ആകാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ അവിടെ റെയ്ഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. സംശയമുള്ളിടത്ത് റെയ്ഡ് ചെയ്യും, അത് ചിലപ്പോൾ ഒന്നും കിട്ടൂല. ഇതൊരു റിലയബിൾ ഇൻഫർമേഷൻ കിട്ടി, ആ വിളിച്ചിട്ടാണ് അവിടെ പോയി റെയ്ഡ് നടത്തിയത്. 2.5-3 മണിക്കൂർ നടത്തിയിട്ട് ഒന്നും ലഭിച്ചില്ല. എന്തോ ആയിക്കോട്ടെ. പക്ഷേ അവിടെ ഉണ്ണികൃഷ്ണൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു റോങ് ഇൻഫർമേഷൻ ആരെങ്കിലും കൊടുത്ത് ഒരു നിർമ്മാതാവിനെയോ അല്ലെന്നുണ്ട് ഡയറക്ടറെയോ അവരെ തേജോവധം ചെയ്യാനായിട്ട് സിനിമയിൽ അതൊക്കെ തന്നെയാണ് ബിസിനസ്. എത്രയോ കേസ് നമുക്കറിയാം, ദിലീപിൻ്റെ കേസ് ഉൾപ്പെടെയൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം തട്ടണ്ട, ആരായിക്കോട്ടെ. അതേസമയത്ത് സിനിമാ രംഗത്ത് നിന്ന് നമുക്ക് ഈ ഡ്രഗ്സ് അടിക്കുന്ന നടന്മാരെ ഒഴിവാക്കണം. അവരൊന്നും സമൂഹത്തിന് ആവശ്യമില്ല. കാരണം അതൊരു റോങ് ഇമേജ്, ഒരു സന്ദേശമാണ് കുട്ടികൾ കൊടുക്കുന്നത്. അല്ല, പക്ഷെ ഇവിടെ അടിക്കുന്നവരുടെ പേരും എല്ലാം ഈ ഡ്രഗ്സ് അടിക്കുന്ന നടന്മാരെ ഒഴിവാക്കാനാണ് സിനിമാ സംഘടനകൾ തീരുമാനിച്ചത്. ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞത് രാസലഹരി ഉപയോഗിക്കുന്നത് പരസ്യമായ ലൊക്കേഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞത്, അവരുടെ ലിസ്റ്റ് കൈമാറുമെന്ന് പറഞ്ഞത്. അപ്പോൾ സിനിമാ മന്ത്രി പറയുന്നത് ലിസ്റ്റ് തരൂ, അന്വേഷിക്കാമെന്നാണ്. ഇപ്പോൾ ലിസ്റ്റുമില്ല, അന്വേഷണവുമില്ല, മന്ത്രിയുമില്ല, നിർമ്മാതാക്കളുമില്ല. നടന്മാർ അവരെങ്ങനെയായിരുന്നു അങ്ങനെ തുടരുന്നു, അല്ലെങ്കിൽ സംവിധായകർ എങ്ങനെയായിരുന്നു അങ്ങനെ തുടരുന്നു. അത് ശരിയാണ്. അത് ബൈജു കുറച്ച് കാര്യങ്ങൾ പറയുകയും തുറന്ന് പറഞ്ഞു. നല്ല കാര്യം, ആരോ ആയിക്കോട്ടെ. നമുക്ക് ഈ സിനിമ നടക്കുകയും വേണം, അതേസമയം ഡ്രഗ്സ് ഒഴിവാക്കുകയും വേണം. അപ്പം പോലീസ് അവരുടെ സംഘടനകൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവരനുവദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് അവർ
അവരുടെ ചാരന്മാരെ വിട്ട് അവിടുന്ന് ആളെ കണ്ടെത്തി. അപ്പം തന്നെ ഡയറക്ടറെ അത് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നിൽക്കാതെ, കാരണം അത് ഒരു ദിവസം ലിബർട്ടി ബഷീർ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപ ആ ഷൂട്ടിംഗ് ഒരു ദിവസം നിന്ന് പോയാൽ ആർക്ക് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് അവിടുത്തെ ആൾക്കാരെ മുഴുവൻ ഭാഗം ഒന്നിച്ച് പരിശോധിക്കണമെന്നില്ല. അവർക്ക് സംശയമുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടും, അല്ലെങ്കിൽ എക്സൈസിന് കിട്ടും. ആ ആളെ മാത്രം വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ മതി. അത് പോലീസും എക്സൈസും കുറച്ചുകൂടെ ഗോപ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഇവിടെ ഇപ്പം ആ ഡയറക്ടറെ അവിടെ പോയി അത് 1-2 പേര് പോയി ബാക്കിയുള്ളവർ ഇറങ്ങി ഒരു ഒച്ചപ്പാടും ബഹളം ഇല്ലാതെ തന്നെ അവിടെ പതുക്കെ സെർച്ച് ചെയ്തിട്ട് പോകാം. അല്ല, ഇവിടെ 20 സംഘം വലിയ സന്നാഹങ്ങളോടെ എത്തിയതായിട്ട് അവർ മോശമായി പെരുമാറിയെന്നും ഈ സംവിധായകൻ എന്ന് പറയുന്ന ആൾ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല, സിഗരറ്റ് പോലും വലിക്കുന്ന ആളല്ല, മദ്യം കഴിക്കുന്ന ആളല്ല, അയാളോട് വളരെ മോശമായി പെരുമാറുന്നു. ഇവർ സംശയിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു സാധനം അവിടെ വെച്ച് ഇത് സംവിധാനം ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞാൽ വലിയ കേസിൽ പ്രതിയാകില്ലേ എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ പറയുന്ന പോലെ ഈ പരിശോധനയ്ക്കും ചില നിയതമായ രീതികൾ വേണം. അല്ല, പരിശോധന ഞാൻ പറഞ്ഞു നമ്മളൊക്കെ പരിശോധനയ്ക്ക് എത്രയോ സ്ഥലത്ത് പോയിരിക്കുന്നു, ഒരു വിവാദം ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് ഒരു സ്ഥലത്തൊരു ഇൻഫർമേഷൻ കിട്ടി, ശരിയാണോ, ഇവിടെ ഒരു സന്നാഹം, ഒരു വണ്ടി പോലീസ്, അത് വേറൊരു സ്റ്റൈലാണ്. കാരണം അവിടെ ആൾക്കാരുണ്ടാവും, വെളിയിൽ നിൽക്കട്ടെ, ഇതിനകത്ത് കൃത്യമായിട്ട് ആ ഡയറക്ടറെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ അവിടെ സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അത് രഹസ്യമായിട്ട് ചെയ്യാമല്ലോ. എന്തെങ്കിലും കണ്ട് പിന്നെ അവർ സംശയിക്കുന്ന പോലെ അതിനകത്ത് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ കൊടുത്തതെന്നും വി ഉണ്ണികൃഷ്ണനൊക്കെ സംശയിക്കുന്നുണ്ട്. എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോലീസിനും എക്സൈസിനും ഇത്ര ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ രഹസ്യമായിട്ട് ചെയ്യാം. അവിടെ സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരോട് നല്ല വാക്ക് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകാം. ഒരു 20 പേര് 30-40 പേര് ഒന്നിച്ച് പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ റിലയൽ ഇൻഫർമേഷൻ അത്ര സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അത്ര ആൾ വന്നത്. പക്ഷേ പോലീസും എക്സൈസ് ആ കാര്യം ശ്രദ്ധ ചെയ്യിക്കണം. കാരണം സിനിമ മേഖലയാണ്, ധാരാളം ആൾക്കാർ കാണാനെങ്കിലും വരും, അവരുടെ കയ്യിലൊക്കെ ഡ്രഗ്സ് കാണും. അതുകൊണ്ട് ആ വ്യവസായം നശിക്കരുത്. നമ്മൾ കുറച്ചുകൂടെ ഗോപ്യമായിട്ട് വേണം ഈ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഇത് അന്വേഷിക്കാനായിട്ട്. 1-2 പേരെ അയക്കാം. വേറെ സിനിമ ഷൂട്ടിങ് 10-20 ദിവസം ഒന്നിച്ചൊരു ഏരിയ ഷൂട്ടിങ്ങാണ്. അവിടെ 100 കണക്കിന് ആൾക്കാർ വരും. വരുന്നിടത്ത് രഹസ്യമായിട്ട് 1-2 കാമോഫ്ലാഗ് ചെയ്യുന്ന 1-2 പോലീസുകാരെ നമുക്ക് വിടാം, അല്ലെങ്കിൽ എക്സൈസുകാരെ പോവാം. അവിടെ പോയിട്ട് റിലയബിൾ ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് റെയ്ഡ് ചെയ്യാമല്ലോ. അപ്പോൾ അന്നേരം മതിയല്ലോ. അല്ലാതെ ഒന്നിച്ച് ഒരു സംശയം തോന്നി ആരെങ്കിലും വിളിച്ചു പറഞ്ഞത് ഇവരെ പറ്റിക്കാനായിരിക്കും, അയാളെ ബുക്ക് ചെയ്യാനായിരിക്കും, അയാളുടെ ഇമേജ് കളയാനായിരിക്കും, അയാളുടെ സിനിമ ഷൂട്ടിങ് നിർത്താനായിരിക്കും, പല പല ഇൻറ്റൻഷനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൂട്ടു നിൽക്കാതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ അവരുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് എന്തായാലും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അടിക്കുന്നവരുണ്ടാവും, അവരെ തീർച്ചയായിട്ടും അവരുടെ വാഹനത്തിൽ ഇരുന്ന് തട്ടുന്നവരും ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ സൂത്രത്തിൽ മാറ്റുക. കാരണം അങ്ങനെയുള്ള മാറ്റി അവരെ ബുക്ക് ചെയ്യുക. അതിന് നിർമ്മാതാവും ഡയറക്ടറും അതിന് തയ്യാറാകുക. നേരത്തെ കോൺട്രാക്ട് ഒപ്പിടുന്ന ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇതുപോലെയുള്ള ലൊക്കേഷനിൽ അതുകൂടെ ഒരു വാക്കുകൂടെ ചേർത്തിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ച് മദ്യപിച്ച ലൊക്കേഷൻ വരാൻ പാടില്ല. ശരി, അങ്ങനെ നമ്മുടെ ലൊക്കേഷനുകളിൽ സാധ്യമാകുമോ? ഡ്രഗ്സ് ഉപയോഗിച്ചോ മദ്യപിച്ചിട്ടോ ലൊക്കേഷനിൽ വരാൻ പാടില്ല. ഈ രാസലഹരി എന്ന് പറയുന്നത് അതിന്റെ ഉപയോഗം പാടില്ല. ഈ നേരത്തെയൊക്കെ ഒരുപാട് മാന്യതയുള്ള നടന്മാർ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ അതിർ വരമ്പുകൾ ലംഘിക്കപ്പെട്ടപ്പോഴാണ് നിർമ്മാതാക്കൾക്ക് പരസ്യമായി രംഗത്ത് വരേണ്ടി വന്നത്. പക്ഷെ അവരെയും നിയന്ത്രിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലം ഒരുങ്ങി വരികയാണ് ശ്രീ ലിബർട്ടി ബഷീർ. രഞ്ജിത്തെ, ഇപ്പം ഈ നിങ്ങളെല്ലാം കുറെ ആരോപണ വിധേയമായ ശേഷം ഇപ്പം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലും മറ്റെല്ലാം നിയന്ത്രണ വിധേയമാണ്. വരുന്ന ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരെല്ലാം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പോലീസിന്റെ ഷാഡോ പോലീസിന്റെ നല്ല റിപ്പോർട്ട് വന്ന ശേഷത്തിലും വളരെ ശ്രദ്ധിച്ചു. ഇപ്പോഴത്തെ ലൊക്കേഷനിൽ അങ്ങനത്തെ ഇപ്പം പെട്ടെന്ന് ഒരു 1-2 മാസത്തിനുള്ളിൽ വലിയൊരു പരാതി ഇല്ലാതെ പോകുന്നുണ്ട്. നേരത്തെ ജോർജ് സാർ പറഞ്ഞ മാതിരി ഒരു ഡയറക്ടർ റൂമിൽ റെയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് 10-20 പോലീസ് പോകാന്ന് പറഞ്ഞാൽ ഒരു ലോഡ്ജ് കംപ്ലീറ്റ് റെയ്ഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ കരുതിക്കൂട്ടി അദ്ദേഹത്തെ ഇടിച്ചു താത്തണമെന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഒരു ലൊക്കേഷനിൽ റെയ്ഡ് ചെയ്യണമെങ്കിൽ 20 പോലീസ് പോയാൽ ഓക്കെ എന്ന്. ഒരാളെ റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം നല്ല കണക്കിന് 1-2 കയറിയിട്ടാക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഒന്ന് റെയ്ഡ് നടന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ സഹായിക്കും. അയാളെ പറ്റി അത്ര മോശപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്നുവരെ ആ വ്യക്തിയെ പറ്റി ഉണ്ടായിട്ടില്ല, ഞാൻ കേട്ടിടത്തോളം. എനിക്ക് അറിയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത് കരുതിക്കൂട്ടി ഒരു സിനിമാ ഫീൽഡിൽ എന്ന് വെച്ചാൽ വളരെ അങ്ങോട്ട് തമിഴ്, നേരത്തെ ഞാൻ പറഞ്ഞ തമിഴ് പാരവെക്കുന്ന ഫീൽഡാണ്. അപ്പൊ ഇയാളൊന്ന് ഇടിച്ച് താത്തി കേട്ട, അല്ലെങ്കിൽ ഇയാളുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് നേരത്തെ സിനിമ ലൊക്കേഷനിൽ കയറി കഴിഞ്ഞാൽ അപകടം ഞാൻ പറഞ്ഞത്. ഒരിക്കലും സിനിമ ലൊക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ഇതിനും വലിയ അപകടങ്ങൾ സംഭവിക്കും. കാരണം അവർക്ക് ഒരു ഉദ്യോഗസ്ഥന്മാർക്ക്, എവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്, അവർ മമ്മൂട്ടിയോ മോഹൻലാലോ എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർക്ക് സിനിമ ഫീൽഡിൽ പേരാണ്, ഭയങ്കര
പേരുള്ള ഒരു ഫീൽഡാണ് ഇത്. അപ്പൊ ഒരു കേട് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്രങ്ങളിലും ചാനലുകളിലും ഫോട്ടോ വരും, പേര് വരും, അതിന് അവർ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും സിനിമ ലൊക്കേഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല ഗവൺമെന്റ് ഒന്നും ഇതിന് മുതിരുന്നുള്ളത്. അതിലും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ന്യായമായിട്ടുള്ള പ്രൊഡ്യൂസറെയും കൂടി രക്ഷപ്പെടുത്തേണ്ട കടമ അദ്ദേഹത്തിനുണ്ട്. അയാളുടെ സംഘടനയിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ചുകൊണ്ട് സാറ് പറഞ്ഞ മാതിരി ഒരാളെ പിടിച്ചുകൊണ്ട് ആ സിനിമ ലൊക്കേഷൻ അന്നാണ് നിൽക്കും സാർ. നമ്മള് പണ്ടത്തെ മാതിരില്ല. പണ്ടത്തെ ഒരു പ്രൊഡക്ഷൻ പോയി കൊണ്ടുപോയില്ലെങ്കിൽ അന്ന് സിനിമ ഷൂട്ടിങ് നടക്കേണ്ട അതിന് വിവരം അറിയിട്ടുണ്ട്, അത് കാത്തു വെക്കും. അപ്പൊ അന്നത്തെ ദിവസം 5-6 ലക്ഷം രൂപ പ്രൊഡ്യൂസർക്ക് നഷ്ടമായി. എല്ലാത്തിനും ഇപ്പൊ സിനിമ തന്നെ ഓടുന്നില്ല, വരുന്ന സിനിമ എല്ലാം പൊളിഞ്ഞു വന്നാണ്. ഇങ്ങനത്തെ വിഷയം കൂടെ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ തീരെ ഇല്ലാണ്ടായി പോകും. ഇത് തമ്മിൽ പാര വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ഫീൽഡാണ് മലയാള ഇൻഡസ്ട്രി. അത് ഇൻഫർമേഷൻ കൊടുക്കുക. നാളെ മമ്മൂട്ടിന്റെ റൂമിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്താലോ, മോഹൻലാലിന്റെ റൂമിൽ ഇൻഫർമേഷൻ കൊടുത്താലോ, വലിയ ആർട്ടിസ്റ്റ് ഇൻഫർമേഷൻ കൊടുത്താൽ ഇവര് പോയി റെഡി ചെയ്യും. അങ്ങോട്ട് അത് ചെയ്യില്ലല്ലോ. ഇപ്പൊ ഇത് സാധാരണക്കാരനെ ഒരു എഴുത്തുകാരന്റെ റൂമിലായോണ്ടല്ലേ എത്ര ധൈര്യപ്പെട്ട് കയറിപ്പോയത്. അതാണ് ഈ പ്രശ്നം. അതാണ് ലിബർട്ടി ബഷീർ. അതായത് ഈ പട്ടിക ഉണ്ടെന്ന് പറയുന്നു. ഈ ഒരുമാതിരി ആളുകൾക്കൊക്കെ മനസ്സിലാകും സിനിമാ മേഖലയിൽ ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന്. അവരുടെ ചേഷ്ടകളൊക്കെ പലപ്പോഴും നമ്മൾ യൂട്യൂബ് വീഡിയോകളിലൊക്കെ കാണുന്നതാണ്. പക്ഷേ അവരെ ഒന്നും തൊടാൻ പോലും ഈ പല്ലും നഖവും പരിശോധിക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. പല്ലും നഖവും പരിശോധിക്കാൻ ഈ മാന്യന്മാരുടെ, ഈ താരങ്ങളുടെ, ഈ വലിയ പിടിപാടുള്ളവരുടെ ആര് തയ്യാറാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ഒരു സംവിധായകന്റെ റൂമിൽ പരിശോധന നടക്കുന്നു, അതിനപ്പുറം നമ്മുടെ പോലീസ് ഒന്നും ചെയ്യുന്നില്ല. വലിയ തെളിവുകൾ ഹാജരാക്കാം തുടർച്ചയായി പറഞ്ഞിട്ടും. രഞ്ജിത്ത്, ഒരു കാര്യം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ, ഒരു ടെക്നീഷ്യനെ പോയിട്ട് ദേഹപരിശോധന നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് സമ്മതം വേണം, ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം വേണം, ഒരു യൂറിൻ പരിശോധിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മതം വേണം. ഇങ്ങനത്തെ കുറെ നൂലാമാലകൾ ഈ നിയമത്തിൽ ഉണ്ടാകട്ടെ. ജോർജ് സാറിന് ചോദിച്ചാൽ മതി എന്താ ഇതിന്റെ നിയമം എന്താണെന്നുള്ളത്. ലഹരി വസ്തു മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും മദ്യപിച്ചിട്ടുണ്ടല്ലോ, സ്മെല്ലുകൊണ്ട് മനസ്സിലാവും. ഈ മറ്റുള്ള ലഹരി വസ്തുക്കൾ പോയിട്ട് പരിശോധിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, യൂറിൻ പരിശോധിക്കണം, അതിന്റെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം വേണം. ഇതൊന്നും ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ധൈര്യപ്പെട്ടപ്പോൾ പോയില്ല അങ്ങോട്ട് ഒരു നടന്റെ മുമ്പിലേക്ക്. ഈ ഒരു ടെക്നീഷ്യൻ നമ്പറിലോ നമുക്ക് സാധാരണക്കാർക്കൊന്നും ബാധകമല്ലെന്നേ. നമ്മളെ സാധാരണക്കാർക്ക് പ്രശ്നമല്ല. അതെ അതെ, നമുക്കൊന്നും ബാധകമല്ല. സിനിമയിൽ കയറി കഴിഞ്ഞാൽ അവര് ആകാശത്തിന്റെ നക്ഷത്രങ്ങളായി മാറിക്കഴിയും. ഇപ്പൊ ഞാനോ നിങ്ങളോ ഇത് ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കും അങ്ങോട്ട്. ശരി, തിരിച്ചു വരാം 3 പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നടന്ന സിനിമാ സംവാദത്തിൽ ഇൻഡസ്ട്രിയെ മുഴുവൻ ഒരു പൊതുബോധം സമൂഹത്തിലുണ്ടായത് ഇൻഡസ്ട്രിയിൽ മുഴുവൻ അത്തരത്തിൽ മയക്കുമരുന്ന്, ചെറുപ്പക്കാർ മുഴുവൻ മയക്കുമരുന്നിന് അടിമകളാണെന്ന രീതിയിലാണ്. അങ്ങനെ ചില വ്യാഖ്യാനങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതും ശരിയല്ലേ? എല്ലാവരും മയക്കുമരുന്നിന് അടിമകളാണ് എന്ന് പറഞ്ഞു വെക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ മേഖലകളിലും എല്ലാം ഉപയോഗിക്കുന്നവരുണ്ട്, ചില ആളുകളെങ്കിലും ഉണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഇൻഡസ്ട്രിയായി മാത്രമേ കണ്ടാൽ പോരെ, അല്ലാതെ ഇൻഡസ്ട്രിയെ അടച്ചാക്ഷേപിക്കണോ? അങ്ങനെ എന്തിനൊരു പൊതുബോധം സൃഷ്ടിക്കുന്ന ചോദ്യവും ശ്രീ ഉണ്ണികൃഷ്ണൻ ഉയർത്തുന്നുണ്ട്. രഞ്ജിത്ത്, ശരിയാണ്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എല്ലാ ബിസിനസ്സിലാണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും ഒക്കെ ഈ രാസലഹരി ഇപ്പൊ വ്യാപകമാണ് കേരളത്തിൽ. അത് യാതൊരു സംശയമില്ല. പക്ഷേ സിനിമ എന്ന ഇൻഡസ്ട്രിയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ള നിർമ്മാതാക്കൾക്കും ബാക്കിയുള്ള ആളുകൾക്കും ഒക്കെ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ആളുകൾ, എല്ലാവരും ഉണ്ടെന്നല്ല പറഞ്ഞത്, ചില ആളുകളുണ്ട്. ആ ചില ആളുകളെ ന്യായീകരിക്കാൻ ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകൾ നിൽക്കുമ്പോഴാണ് പ്രശ്നം. അതിന് ലൊക്കേഷനിൽ കയറി റെയ്ഡ് ചെയ്യാൻ പറ്റില്ല, ലൊക്കേഷനിൽ കയറാൻ പറ്റില്ല. ബഷീർക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. പക്ഷേ ബഷീർക്ക് പറഞ്ഞ 1-2 കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം സിനിമാ മേഖലയിൽ കോടിക്കണക്കിന് രൂപ ഇറക്കി ചെയ്യുന്ന ഒരു സിനിമാ മേഖലയിൽ അങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അതിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന നടനായിക്കോട്ടെ, ഇയാൾ 24 മണിക്കൂർ ഈ രാസലഹരിയുമൊക്കെ അടിച്ച് 2-3 ദിവസം കേരളത്തിൽ നടന്നിട്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇത് 2-3 ദിവസം ഷൂട്ടിംഗ് നടക്കാതിരിക്കുമ്പോൾ ആർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്? അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തണമെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നീട്ടോം പറഞ്ഞ എന്താണ്? ഈ ലഹരി അടിച്ച് പല്ല് പോലും കൊഴിഞ്ഞ ഒരു നടന്റെ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവർക്കും അയാളെ അറിയാം. അതൊരു കാര്യം. അങ്ങനെ ഉള്ള സമയത്ത് ഈ ലൊക്കേഷനുകളിലോ അല്ലെ താമസിക്കുന്ന സ്ഥലത്തോ ഒക്കെ ഷാഡോ പോലീസിലോ ഒക്കെ പോയിട്ട് രഹസ്യമായിട്ടൊരു അന്വേഷണം നടത്തുന്നതില്, അല്ലെങ്കിൽ അവിടെ കച്ചവടം നടത്തുന്നതിൽ സിനിമ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ എത്രയോ വാർത്തകൾ വായിച്ചു. സിനിമ ഇൻഡസ്ട്രിയിൽ സഹസംവിധായകയായിട്ടും സംവിധായകനായിട്ടും ഒക്കെ പേര് പറഞ്ഞു വരുന്ന ചില ആളുകൾ, ഇവരൊക്കെ ഈ രാസലഹരിയുടെ ബിസിനസ്സുകാരാണ്.
നമുക്കറിയാം കൊച്ചിയിൽ ഒരു പണ്ടൊരു ബ്യൂട്ടി പാർലർ വെടിവെപ്പ് പോലെ നടന്നിട്ടുണ്ട്, ഒരു ലേഡിയുടെ, ഒരു നടിയുടെ, ഒരു മോഡലിന്റെ. അപ്പൊ ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് മുഴുവൻ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമ ഇൻഡസ്ട്രി കോടികൾ മുടക്കിയുണ്ട ഇൻഡസ്ട്രിയാണ്, കോടികളാണ് മുടക്കുന്നത്. 1 മിനിറ്റ് ഷൂട്ടിംഗ് മുടങ്ങിയാൽ പോലും ലക്ഷങ്ങൾ നഷ്ടമാണ്, ഒക്കെ ശരിയാണ്. ഈ 1 മിനിറ്റ് പോലും ആ ഷൂട്ടിംഗ് മുടങ്ങി ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്നതാണോ, അതോ ഈ ലഹരി അടിച്ചു കിടക്കുന്നവനെ അന്വേഷിച്ച് 3 ദിവസം ഈ ലൊക്കേഷൻ മുഴുവൻ കാത്തിരിക്കുന്നതാണോ തമ്മിൽ ഭേദം എന്നുള്ളത് നിർമ്മാതാക്കളൊന്ന് അന്വേഷിക്കണം. അന്ന് രഞ്ജിത്ത് പറഞ്ഞു ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞു. എന്ത് ലിസ്റ്റ് കൊടുക്കാത്ത? കാലം ഇത്ര ആയല്ലോ. അത് പറഞ്ഞ 2-ാമത്തെ ദിവസം തന്നെ തർക്കമായി ഇൻഡസ്ട്രിയില്. അതായത് അങ്ങനെ ലിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഈ പരസ്യമായി അത്തരം കാര്യങ്ങൾ പറഞ്ഞത് ആവേശത്തിന്റെ പുറത്താണെന്ന് പറയുന്നു. വാർത്താ സമ്മേളനം നടത്തിയവർ തന്നെ പല ചേരിയിലായി അതിനുശേഷം. രഞ്ജിത്തെ ഒരാവേശവുമല്ല, രഞ്ജിത്തിനെ എല്ലാവരും ഒറ്റയ്ക്കാക്കി എന്നുള്ളതാണ് സത്യം. കാരണം ഇങ്ങനെയുള്ള ഈ ലഹരി അടിച്ചു കിടക്കുന്ന ചില ആളുകളുടെയൊക്കെ ഡേറ്റും ഒക്കെ കയ്യിലിരിക്കുന്ന ചില നിർമ്മാതാക്കളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നു. അതാണ് സംഭവം സത്യമായിട്ട് നടന്നത്. ഈ ലഹരിക്ക് അടിമയാണ് എന്ന് പറയുന്ന ചില ആളുകളുടെ ഡേറ്റുകൾ, അല്ലെങ്കിൽ ലൊക്കേഷനിൽ സമയത്ത് വരാതിരിക്കുന്ന ചില ആളുകളുടെ ഡേറ്റുകൾ, ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ച് ലക്ഷങ്ങളും കോടികളും ഒക്കെ അഡ്വാൻസ് കൊടുത്ത് വെച്ചേക്കുന്ന ചില നിർമ്മാതാക്കളുണ്ട്. അവരൊക്കെ ഒരുമിച്ച് ചേർക്കും. പിന്നെ എങ്ങനെ ലിസ്റ്റ് കൊടുക്കും? അവർക്ക് ആ സിനിമ ചെയ്യണ്ടേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കോംപ്രമൈസ് മാത്രമേ നടക്കുന്നുള്ളൂ. കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വൃത്തികെട്ട കോംപ്രമൈസുകൾ. ഈ രഞ്ജിത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ ഒരു പ്രശസ്തനായ ഒരു നടന്റെ, പേരെന്നെ കൊണ്ട് ചോദിക്കരുത്, ഞാൻ പറയില്ല, ഒരു നടന്റെ വണ്ടിയുടെ പുറകെ കൊച്ചിയിലെ ഒരു എക്സൈസിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ 2-3 എക്സൈസുകാരുമായി പോയി ചെന്നിട്ട് പിന്നെ റേസ് ചെയ്ത് ആ വണ്ടി തടഞ്ഞു നിർത്തി ആ വണ്ടിയിൽ നിന്നുള്ള നടൻ ഇറങ്ങിയപ്പോ ഞെട്ടിപ്പോയത്രേ. കാരണം അത്രയ്ക്കും പ്രഗത്ഭനായ ഒരു നടനായിരുന്നു ആ വണ്ടിക്കകത്തുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഈ നാട്ടിൽ നടന്നതല്ലേ കഴിഞ്ഞ മാസം. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാഞ്ഞത്? ആ ലഹരി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ പിന്നെ എക്സൈസുകാർ പറയുന്നത്. എന്തുകൊണ്ടാണ് നടനെ അറസ്റ്റ് ചെയ്തില്ല? അല്ലെങ്കിൽ ആ നടന്റെ കയ്യിൽ എന്തുകൊണ്ടാണ് ലഹരി വാങ്ങിയില്ല? അപ്പോ ഇവിടെ പോലീസും എക്സൈസും ഒക്കെ ചിലരുടെയൊക്കെ താളത്തെടുത്ത് തുള്ളുന്നു, അതേ പറയാനുള്ളൂ. ശരി, ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെ ഒരു ആരോപണം കൂടി ഉണ്ടല്ലോ. കാരണം ഒരു സാധാരണക്കാരൻ വാഹനം ഓടിക്കുമ്പോൾ അവനെ പരിശോധിക്കാൻ, മദ്യപാനം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഊതിച്ച് ഉള്ള പരിപാടി ഇപ്പോൾ വളരെ കുറവാണെങ്കിലും അങ്ങനെയുണ്ട്. അതിനുശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകും. ഈ സിനിമാക്കാരുടെ പലരെയും ചേഷ്ടകളും ഈ ലഹരി ഉപയോഗിച്ചു എന്ന് ആക്ഷേപിക്കപ്പെടുന്ന നടന്മാരുടെ പല ചേഷ്ടകളും കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്, അത് ഈ പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാകുന്നുണ്ട്, ഇവരെന്തോ ഒരു ലഹരിയുടെ പിടിയിലാണ്. അല്ലാതെ ഒരു സാധാരണ മനുഷ്യൻ ബിഹേവ് ചെയ്യുന്ന തരത്തിലല്ല പല പൊതുവേദികളിലും ഇന്റർവ്യൂകളിലും ഒക്കെ പലരും സംസാരിക്കുന്നത്. അത് പരസ്യമായി പറയുകയും ചെയ്തു അവരുമായി ബന്ധപ്പെട്ടവർ, നിർമ്മാതാക്കൾ അടക്കം. എന്നിട്ടും ഇവർക്ക് എന്താണ് പരിരക്ഷ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണോ? നേരത്തെ ശ്രീ ലിബർട്ടി ബഷീർ പറയുകയായിരുന്നു ജഡ്ജിയുടെ സാന്നിധ്യം വേണം, പരിശോധനയ്ക്ക് സംവിധാനങ്ങൾ വേണം, അങ്ങനെ വളരെ പെട്ടെന്ന് കയറി ചെല്ലാവുന്ന ഇൻഡസ്ട്രി അല്ല. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, എന്താണ് ഇവർക്കുള്ള നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്തത എന്നുള്ളത്. നിയമത്തിന് മുന്നിൽ ആരും വ്യത്യസ്തരുമല്ലല്ലോ. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ് സാധാരണക്കാരനാണെങ്കിൽ അവനെ പിടിക്കും. ശ്രീ ജോർജ് ജോസഫ്, സിനിമാക്കാരനാണെങ്കിൽ അവനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവന്റെ ലൊക്കേഷനിൽ കയറാൻ പാടില്ല, അവന്റെ വീട്ടിൽ കയറാൻ പാടില്ല, ശരി ഹോട്ടലിൽ കയറാൻ പാടില്ല. ശരി. അതെ, ബൈജു കൊട്ടാരക്കര പറഞ്ഞ ചില കാര്യങ്ങൾ കറക്റ്റാണ്. കാരണം ചിലരെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതത്ര ഉന്നതനായ ചില സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ചിലപ്പം കണ്ണടച്ചിട്ട് പോരേണ്ടി വരും. രാഷ്ട്രീയമായ കാരണങ്ങൾ അപ്പോൾ വിളി വരും. നമുക്ക് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഷാരൂഖ് ഖാൻ്റെ മകനെ ആര്യൻ ഖാനെ അവിടെ ഡ്രഗ്സുമായിട്ട് പിടിച്ച്, അത് ശരിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത്ര നന്നായിട്ട് രഹസ്യമായിട്ട് ട്രാക്ക് ചെയ്ത് ആ ഷിപ്പിനകത്ത് വെച്ചാണ് പിടി വീണത്. പക്ഷേ ആ പിടിച്ച ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ തന്നെ സർവീസിൽ നിന്ന് പോയെന്ന് എനിക്ക് തോന്നണേ. അയാൾക്കെതിരായിട്ട് ഒരു മലീഷ്യസ് പ്രോസിക്യൂഷൻ നടത്തിയതിനുള്ള ശ്രമത്തിന് ഒരു കേസ് കൊടുത്തു. ഞാൻ ഇവിടെ കേരളത്തിലെ ബൈജുവിനെ അറിയാതിരിക്കുമല്ലോ, ലിബർട്ടി ബഷീറിനെ അറിയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, മരിച്ചുപോയി. സിനിമ എടുത്ത് ദാരിദ്ര്യത്തിൽ വന്ന് ക്യാൻസർ വന്ന് മരിച്ചു. RS നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞാൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കാലഘട്ടത്തിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സിനിമ എടുത്തു, അതിനുശേഷം വീട് വിറ്റിട്ട് അടുത്ത സിനിമ എടുത്തു. അടുത്ത സിനിമ എടുത്തപ്പോൾ ലൊക്കേഷനിൽ ടെക്നീഷ്യനായിട്ടുള്ള ഒരുത്തൻ ഒരു മർഡർ ചെയ്തിട്ട് അവിടെ വന്ന് ഈ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ നിൽക്കുകയായിരുന്നു. അവിടെ പോലീസ് വന്ന് റെയ്ഡ് ചെയ്തു, കുറേ പേര് ഇറങ്ങി ഓടി, ഇവനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ അന്ത്യം തുടങ്ങുകയാണെന്നും. കാരണം അതോടുകൂടി സിനിമ ഷൂട്ടിംഗ് നിന്നു, കംപ്ലീറ്റ് പണവും പോയി. വരുന്ന വഴിക്ക് ആലപ്പുഴ വെച്ച് ഒരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായി, കാല് പകുതി മുറിച്ചു. അതിനുശേഷം ദാരിദ്ര്യത്തിലോട്ട് പോയി. അവസാനം മരിക്കുന്നതിന് 3 ദിവസം എന്നെ ഒന്ന് വിളിച്ചു. എനിക്ക് പണ്ട് കണ്ട് പരിചയമുള്ള ഈ അടുത്ത അയാൾ മരിച്ചു. ഒരു പൈസ ഇല്ലാതെ
ഭാര്യയും മക്കളും ഒരു പണവും ഇല്ലാതെ വീട് മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി തകർന്ന്. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ലൊക്കേഷനിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഷൂട്ടിംഗ് നിന്ന് പോകും, പണം മുടക്കുന്ന മുതലാളിമാർ തകരും. അതുകൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് സ്ഥലത്ത് വളരെ രഹസ്യമായിട്ട് ഗോപ്യമായിട്ട് വേണം പോലീസ് പോകാൻ. അതുങ്ങൾ ആ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്രയോ പേര് 10, 70, 80 പേരുണ്ടാവും അതിൻ്റെ പണം കൊണ്ട് ജീവിക്കുന്നവർ. അപ്പോൾ അതിലേക്ക് അപ്പം വളരെ നമ്മൾ പോലീസും എക്സൈസും വളരെ സൂക്ഷ്മതയോടെ വേണം ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ഒരു ലൊക്കേഷനിൽ പോകാൻ. അവർ ഒരാളെ പിടിക്കണമെങ്കിൽ അല്ല 1, 2 പേരുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് അവിടുന്ന് നമുക്ക് തപ്പിക്കൊണ്ട് വരാൻ പറ്റും. അത് പോലീസിനും എക്സൈസും അറിയാം. ഇപ്പം തന്നെ ഇവിടുത്തെ ഈ ഡയറക്ടർ നജീം കോയെ ഇപ്പം ലിബർട്ടി ബഷീറിന് അറിയാവുന്ന ആളാന്ന് പറയണം. അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയത് അത് ഇത്രയും ഒരു 10-20 പേര് ഒന്നിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. അത് രഹസ്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം പോലീസ് അതുപോലെ എക്സൈസ് തന്ത്രപരമായിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അതിന് ചിലപ്പം ഇതിനകത്ത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർക്കൊക്കെ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പൊതുവായ ഇതുപോലുള്ള റെയ്ഡും ഇങ്ങനെയൊക്കെ നടത്തി ഇൻഡസ്ട്രി തന്നെ കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ചില സമ്മർദ്ദം മുഖേന അവർക്ക് അതിനൊന്നും വഴിപ്പെട്ടൊന്നും വരത്തില്ല. അതുകൊണ്ട് ഇൻഡസ്ട്രി നടക്കണം, പോലീസും എക്സൈസ് അത് ശ്രദ്ധിക്കണം. അതിനകത്ത് 1, 2, 3, 4 പേരുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് ആ ഒരു ബഹളമില്ലാതെ ആ ഇൻഡസ്ട്രിയിലെ ഷൂട്ടിങ് നിൽക്കാതെ നമുക്ക് ആളെ തപ്പിക്കൊണ്ട് പോകാൻ അറിയാം. അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൻ്റെ സമയത്ത് ലിബർട്ടി ബഷീർ ചില കാര്യങ്ങൾ പറഞ്ഞു. കാരണം അങ്ങനെ പിടിക്കുന്ന ഒരാളെ അത്രയും ആളുടെ മുമ്പിൽ വെച്ച് അയാൾക്ക് ചിലപ്പോൾ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം, ഹോസ്പിറ്റലിൽ പോകണം, ഇങ്ങനെ 100 ചടങ്ങുകളുണ്ട്. അപ്പോൾ അത് ആ ലൊക്കേഷന് ഡയറക്ടറും അതുപോലെ അതിൻ്റെ പ്രൊഡ്യൂസറും അറിഞ്ഞ് രഹസ്യമായിട്ട് മാറ്റിക്കൊണ്ട് പോകണം. അതേസമയത്ത് വേറൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു മെയിൻ നടനാണ്, ആ നടൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് നിൽക്കേണ്ടി വരും. അതിനൊക്കെ അവർ ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനം എടുക്കണം. കാരണം അത് ആ ഇൻഡസ്ട്രിക്ക് ദൂഷ്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ RS നായരുടെ കാര്യം പറയാൻ കാരണം. അതുപോലെ ഈ കേസിനകത്ത് വന്ന് ചാടുന്ന ഒരു ബി ഉണ്ണികൃഷ്ണൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഈ നജീം കോയയുടെ ആ ഡയറക്ടർക്ക് മനഃപൂർവ്വം ആരോപിച്ചതാണെന്ന്. ആണെങ്കിൽ അത് തീർച്ചയായും എക്സൈസിനെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ റെയ്ഡ് നടന്നെങ്കിൽ ആ ഇൻഫർമേഷൻ തന്നെ ആരായാലും ശരി അവർക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ നടപടി എടുക്കണം. റോങ് ഇൻഫർമേഷൻ കൊടുത്ത ഒരാളുടെ ഇമേജ് കളയുക, അയാളെ പണം മുടക്കി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുക, അതിന് നേരത്തെ അടുത്ത് നടപടി ഉണ്ടാകണം. അപ്പം അങ്ങനെ പോലീസും എക്സൈസും മാറണമെന്നാണ് ഞാൻ പറയണത്. കാരണം എടുത്തുചാടിയൊന്നും ചെയ്തത് വളരെ സൂക്ഷ്മതയോട് വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പം കൊട്ടാരക്കര അദ്ദേഹം പറഞ്ഞ പോലെ എറണാകുളത്ത് വെച്ചൊരു നടനെ കണ്ടു കഴിഞ്ഞപ്പം പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഷാരൂഖ് ഖാന്റെ ഈ നടന്മാർക്ക് അവരെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ബിംബാരാധന ഉണ്ടല്ലോ, അത് രാഷ്ട്രീയക്കാർ വിളിക്കും, മറ്റുള്ളവരെ വിളിക്കും, ഉന്നത ബിസിനസ്സുകാർ വിളിക്കും, നിർമ്മാതാക്കൾ വിളിക്കും. അങ്ങനെ അവരെ തൊടുക എന്ന് പറഞ്ഞത് നമ്മുടെ പാവം പോലീസുകാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പറ്റും എന്നാന്നറിയോ, ഈ പോലീസുകാർ കാണിക്കുന്ന അല്ലെ എക്സൈസ് കാണിക്കുക, അയാളെ പിടിച്ച് ഒരു ഷോ കാണിച്ച് അപ്പോൾ ടൈം കൺസ്യൂം. നമ്മളൊക്കെ ഒരാളെ പിടിച്ചാൽ 1 മണിക്കൂറിൻ്റെ പണി കളിക്കും. കേസെടുക്കാനുള്ള 1 മണിക്കൂർ 2 മണിക്കൂർ, അത് കഴിഞ്ഞ് വെളിയിലുള്ള ലോകം അറിയത്തുള്ളൂ. അപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹെൽപ്ലെസ് ആണ്, DGP ഹെൽപ്ലെസ് ആണ്, ഗവൺമെൻറ് ഹെൽപ്ലെസ് ആണ്. അപ്പം പോലീസ് അങ്ങനെ തന്ത്രം സ്വീകരിക്കണം. ഇങ്ങനെ പ്രശസ്തനായ ഒരാൾ ഇങ്ങനെ അതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് കേസെടുക്കുകയും ക്വിക്കായിട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇമേജ് തകർക്കണ്ട. അവർ വന്നോട്ടെ, അവർ ജാമ്യം എടുക്കുന്നത് എടുത്തോട്ടെ, പൊയ്ക്കോട്ടെ. പക്ഷേ കേസ് എടുക്കണം. അതിനൊരു ഒരു രാഷ്ട്രീയം കാണിക്കാൻ പാടില്ല. അങ്ങനെ പോകണം കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വീഴ്ച പറ്റിയിരിക്കുന്നത് തീർത്തും എക്സൈസിനാണ്. 20 പേര് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് അവിടെ റെയ്ഡ് നടത്തി അവിടുത്തെ ആ മുറിക്കകത്തെ സോഫയെ, സെറ്റി, അവരുടെ കുഷ്യന്, പില്ലോ കുഷ്യന്, അവരുടെ കട്ടൻ, എല്ലാ സ്ഥലത്തും അവർ ചെക്ക് ചെയ്ത് 3 മണിക്കൂർ ഒന്നും കിട്ടിയില്ല. ഒരു റോങ് ഇൻഫർമേഷനാണ്. ആരാണ് റോങ് ഇൻഫർമേഷൻ കൊടുത്തത്? അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി തീർച്ചയായിട്ടും എടുക്കണം ആ എക്സൈസുകാർ. അതുപോലെ ടിനി ടോം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഡസ്ട്രിയുടെ കാര്യം സത്യമായിട്ട് ടിനി ടോം പറഞ്ഞതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബൈജു കൊട്ടാരക്കര പറഞ്ഞൊക്കെ വളരെ കറക്റ്റാണ്. കാരണം അദ്ദേഹത്തിന് എപ്പോഴും ഈ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പറഞ്ഞെങ്കിൽ ടിനി ടോമിന്റെ മൊഴി എടുക്കണമെന്നാണ് ഇന്ന് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. എന്തുകൊണ്ട് ടിനി ടോമിന്റെ മൊഴി എടുക്കുന്നില്ല എന്ന് ചോദിച്ചു. പല്ലു കൊഴിഞ്ഞ് നടനുണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ടിനി ടോമിനെ ആ വഴിക്ക് കണ്ടില്ല. അങ്ങനെ ഓരോരുത്തരും ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവേശത്തിൽ പറയുന്നു. പിന്നെ അവരാരും ഒന്നിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാൻ ബാധ്യതയുള്ളവർ അതിന് പോകുന്നില്ല. ശ്രീ ലിബർട്ടി ബഷീർ, ഇവിടെ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ എവിടെയുമുള്ള മയക്കുമരുന്ന് ആ മേഖലയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഫിലിം ചേംബറിന്റെ ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി ഒക്കെ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വലിയ തോതിൽ അവർ വാർത്താ സമ്മേളനം നടത്തി
ഈ കമ്മീഷൻ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് പ്രധാനമായും ഈ മയക്കുമരുന്ന് ഉപയോഗവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു അച്ചടക്കം സെറ്റുകളിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അതും എങ്ങും എത്തിക്കണ്ടില്ല. അപ്പോൾ ആ ഇൻഡസ്ട്രിയും അതുമായി ബന്ധപ്പെട്ട ചുമതലപ്പെട്ട പ്രമുഖരും തങ്ങളുടെ ഇൻഡസ്ട്രിയെ ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന്, ഇത്തരം അപാകതകളിൽ നിന്ന് മോചിപ്പിക്കണം എന്നതിൻ്റെ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യാഘാതവും ഉണ്ടാകുന്ന തുടർച്ചയായി അവിടെ. രഞ്ജിത്തെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പഴയ മാതിരിയല്ല. പണ്ട് എറണാകുളത്തെങ്കിൽ എറണാകുളത്ത് മാത്രം ഷൂട്ടിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ഉണ്ടാവും, മദ്രാസ് ഉണ്ടാവും. ഇന്ന് കേരളത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ തലശ്ശേരി വന്ന തലശ്ശേരി ഇന്ന് ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് തലശ്ശേരി 20 കിലോമീറ്റർ അപ്പുറം കണ്ണവത്താണ്. അപ്പൊ ഓരോ ലൊക്കേഷനിലും ഈ പോയിട്ട് ഈ കമ്മിറ്റി പോയി നോക്കാതെ അവരെ മെയിൻറ്റെയിൻ പോയ കമ്മിറ്റിക്കാരെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. അത് ഇതെല്ലാം നമ്മുടെ ഒരു പത്രമാധ്യമങ്ങളിലും ചേംബറിലും ചർച്ച ചെയ്യുന്ന കാര്യമല്ലാണ്ട് നടപ്പിലാക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു ആർട്ടിസ്റ്റിനെ ടെക്നീഷ്യനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ഭയങ്കര നോർമലായിരിക്കും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ഉപദേശിച്ച് ചെയ്യാൻ പാടില്ല. ഇവൻ വന്ന് അഡ്വാൻസ് വാങ്ങി കഴിഞ്ഞ് ഒരു രണ്ട് സീനിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മൊത്തം കൊണ്ട് മാറും. നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ അവന്റെ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് 2 ദിവസത്തേക്ക് റൂം പാതിരും പൂട്ടിട്ട് അതിന് കിടക്കുന്നുണ്ടാവും. 6 മാസം കൊണ്ട് തീരുന്ന പടം 2 കൊല്ലം കൊണ്ട് തീർത്ത പടം കണ്ട് ഇപ്പൊ അടുത്തായിട്ട് ഇറങ്ങുന്നുണ്ട്. 2 കൊല്ലം ഇതിന് അടിമപ്പെട്ട ആളെ വെച്ച് അഭിനയിപ്പിച്ചിട്ട് 2 വർഷം കൊണ്ട് തീർത്ത പടങ്ങളിലുണ്ട് കേരളത്തിൽ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പടം. കാരണം ഇവർ അഡ്വാൻസ് വാങ്ങിക്കുന്നവരെ ഇവർ നല്ല കുട്ടികളായിരിക്കും. ലൊക്കേഷനിൽ വന്ന് ഒരു സീനിൽ അഭിനയിച്ച് 1-2 സീനിൽ അഭിനയിച്ചില്ലെങ്കിൽ നമുക്ക് അവരെ മാറ്റുന്നു. ഒരു 1-2 സീനിൽ അഭിനയിച്ച് ഒരു കോമ്പിനേഷൻ സീനായിരിക്കും. പിന്നെ മൊത്തം ആൾക്കാരെ മാറ്റി തരും. പിന്നെ അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറും. അവർക്ക് വീട്ടിൽ പോകണം, ലൊക്കേഷനിൽ റൂമിൽ വരാൻ പറ്റില്ല, രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. അത് നിവൃത്തിയില്ല. നമ്മളെ ഗതികേടിന് അഡ്വാൻസും കൊടുത്ത് ഫിക്സ് ചെയ്ത് പോയി. പിന്നെ അവനെ റഗ്ഗോ ലിക്കറോ ലിക്കറിൽ ഇപ്പൊ എല്ലാ ലൊക്കേഷനിലും രാത്രി ഷൂട്ടിങ് കഴിഞ്ഞാൽ ലിക്കർ അടിക്കുന്നുണ്ടാവും. അതിപ്പോ മലയാള ഇൻഡസ്ട്രിയുടെ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതാണ്. ഇങ്ങനത്തെ രാസവസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂമൊന്നും ഇറങ്ങൂല. അപ്പം അന്നത്തെ ഷൂട്ടിങ് മുടങ്ങി പോകും. അതെല്ലാം നമ്മൾ പോയി കഴിയാൻ കൊണ്ട് ചെയ്യുന്ന അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. അഡ്വാൻസ് കൊടുത്ത് ഈ 1-2 സീനിൽ അഭിനയിച്ച് പിന്നെ അവൻ പറയുന്നത് നമ്മൾ ആടിക്കൊടുക്കണം, പ്രൊഡ്യൂസർ ആടിക്കൊടുക്കണം, ഡയറക്ടർ ആടിക്കൊടുക്കണം. ഇതെല്ലാം ഇപ്പോഴത്തെ ചെറിയ ഡയറക്ടർമാരെ പറ്റും. ഇപ്പൊ വലിയ ജോഷിയുടെ പുറത്തും പ്രിയന്റെ ലൊക്കേഷനിൽ ഇത് നടക്കില്ല, അവർക്ക് ഭയം ഉണ്ടാവും. നമ്മളിപ്പോഴത്തെ ഈ ചെറിയ ഡയറക്ടർമാരെ വെച്ചിട്ട് പഠനം ചെയ്താൽ ഇതെല്ലാം നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണ്. ആദ്യം പടം ഓടൂ, സൂപ്പർ ഹിറ്റ് ആവുന്ന രണ്ടാമത്തെ കാര്യമാണ്. ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക്. ദയവായി തുടരുക ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ബൈജു കൊട്ടാരക്കര നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ ശ്രമങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ അവരുടെയും ഇടപെടൽ വേണമല്ലോ. ഇത്തരക്കാരെ മാറ്റി നിർത്താനും വിലക്കാനും അവർക്ക് അവസരങ്ങൾ നൽകാതിരിക്കാനുമൊക്കെ. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾ വന്നു കഴിയുമ്പോൾ, ഇവരെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പല കാര്യങ്ങളിലും വ്യക്തമായതാണ്. പിന്നീട് വീണ്ടും ഇവർ സിനിമയിൽ സജീവമാകുന്നു, അവരുടെ പ്രവർത്തികൾ അനുസ്യൂതം തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു വിഭാഗവും സിനിമകളുണ്ട്. അതിപ്പോൾ എന്തിൻ്റെ പേരിലായാലും ആ ഇൻഡസ്ട്രിയെ നന്നാക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ഒന്നിച്ച് ആ ഇൻഡസ്ട്രിയെ നിർത്താനും സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. തീർച്ചയായിട്ടും രഞ്ജിത്തെ, അതായത് ഇതിനകത്ത് ഇത് ഫലപ്രദമായിട്ട് നടക്കണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഈ ലൊക്കേഷനുകളിൽ വന്ന് രാസലഹരി അടിക്കുകയും ലൊക്കേഷനിലെ സമയത്ത് വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. എല്ലാവരും ഒന്നുമില്ല കേട്ടോ. ആ ചില ആളുകൾ എന്ന് പറയുന്ന ആളുകളെ എല്ലാവർക്കും അറിയാം. അവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് ഈ പറയുന്ന നടന്മാർക്ക് എല്ലാവർക്കും ഇപ്പൊ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അവർ സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങും. സ്വന്തം പ്രൊഡക്ഷൻ, അവർ സ്വന്തം ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില ആർട്ടിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് സ്വന്തം പടം ചെയ്യുമ്പോൾ ആ സിനിമകൾ OTT-യിലോ തിയേറ്ററിലോ റിലീസ് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു ആർജവും കൂടി ഇവിടുത്തെ നിർമ്മാതാക്കളും ഇവിടുത്തെ ഫിലിം ചേംബറും ഒക്കെ കാണിച്ചാൽ ഇവരൊക്കെ ഒന്ന് ഒതുങ്ങും. ഇനി അഥവാ അതല്ല, ഇനി അവരെ കാരണം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ രാസലഹരിയുടെ ആ വിപണനം നടത്തുന്ന ആൾക്കാർ തന്നെയാണ്. സിനിമയിൽ ഇതിന് വലിയൊരു കണ്ണി ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസമല്ല, അത് ശരിയാണ്. സിനിമയിൽ ഈ രാസലഹരി സിനിമയുടെ മറവിൽ വിൽക്കുന്ന ഒരു വലിയ കണ്ണിയുണ്ട്. ഇവിടെ കാസർഗോഡ് ഷൂട്ട് വരെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോ അന്നൊരു നിർമ്മാതാവ് പറഞ്ഞു, കാസർഗോഡ് സ്ഥിരമായിട്ട് സിനിമ നടത്തുന്നത് ഈ കഞ്ചാവിന്റെയൊക്കെ ഈ രാസലഹരി കൊണ്ടുവരാനുള്ള എളുപ്പത്തിലാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി അന്ന് അയാളുടെ തലയിൽ കയറി. സത്യത്തിൽ അത് സത്യമാണ്. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയില്
നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ചില വീടുകളൊക്കെ എടുത്ത് ഈ റേവ് പാർട്ടികളൊക്കെ നടത്തിയപ്പോ അന്ന് ഇത് പലതവണ ഞങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ആരും ചെവിക്കൊണ്ടില്ല. അത് തന്നെയാണ് ലാസ്റ്റ് ഈ വാഗമണ്ണില് രഹ്ന ഫാത്തിമ ഉൾപ്പെടെയുള്ള ആളുകളെ 10-60 പേര് തുണിയും മണിയൊന്നും ഇല്ലാതെ നടന്ന് ഡാൻസ് ചെയ്തതും പോലീസ് വന്ന് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ ഇറങ്ങി ഓടിയതും. അത് അന്ന് മൊത്തം ഒരു ശബരിമല സീസണല്ല, അതും മകരവിളക്കിന്റെ ദിവസം മുഴുവൻ രാസലഹരിയിൽ ആറാടിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ്. 20ഓളം സിനിമാക്കാരുണ്ടായിരുന്നു. എന്തേ ആരുടെയും പേര് പുറത്ത് പറയാതിരുന്നത്? അവിടെ എക്സൈസുകാർ കയറിയതല്ലേ, ചില ആളുകളെ കൈ കിട്ടിയതല്ലേ. അപ്പോ ഈ എക്സൈസുകാർക്കാണെങ്കിലും ശരി, പോലീസുകാർക്കാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ രാഷ്ട്രീയക്കാരെ പേടിയാണ്. ഇതിന് ഈ കൂട്ടു നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ വേണം ആദ്യം പറയാൻ. നിർമ്മാതാവിന്റെ കൈക്ക് ചൂടുണ്ടല്ലോ, ഒരുത്തരും ലൊക്കേഷനിൽ അനങ്ങൂല്ല. 100%. നിർമ്മാതാവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ നിയമപരമായി ഇതിനെ നേരിടാൻ തയ്യാറുള്ള നിർമ്മാതാക്കളാണെങ്കിൽ ഇവരൊന്നും ഈ പറയുന്ന ലൊക്കേഷനിൽ കിടന്ന് വിളയാടത്തില്ല. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ മയക്കുമരുന്നുമായി നമുക്ക് ഈ പോലീസൊക്കെ ഒരുപാട് കാരിയേഴ്സിനെ പിടിക്കുന്നുണ്ട്, ഒരുപാട് റെയ്ഡുകൾ നമ്മുടെ സംസ്ഥാനം നടക്കുന്നുണ്ട്, എക്സൈസും മറ്റും. ഈ മയക്കുമരുന്നിന് ആളുകളെ പിടിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകും ഇത് ആർക്കു വേണ്ടിയാണ് ഈ സംഗതി കൊണ്ടുപോകുന്നതെന്ന് അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും ഒക്കെ മനസ്സിലാകും. അപ്പോൾ ഈ സിനിമാക്കാർ പറയുന്നതിനേക്കാൾ അപ്പുറമുള്ള തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. എന്നിട്ടും പോലീസിന് ആ ഭാഗത്തേക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സൈസ് എത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ തെളിവുകൾ ആവശ്യത്തിനുണ്ടായിട്ടും ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായതയിലാണ് നമ്മുടെ സംവിധാനം. അതാണ് ശ്രീ ജോർജ് ജോസഫ് അല്ല, പോലീസ് എക്സൈസും കുറച്ചുകൂടെ ബുദ്ധി ഇതിനകത്ത് കാര്യത്തിൽ ഉപയോഗിക്കണം. കാരണം സിനിമ ലൊക്കേഷനിൽ പോയി പിടിക്കേണ്ട ഒരു ആവശ്യം എന്താണ്? ലൊക്കേഷനുള്ള 1-2 നടന്മാരോ അല്ല ചില ആൾക്കാരോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു വീടുണ്ട്, താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി പിടിക്കാത്തത് എവിടെ പോയാലും അയാൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ലൊക്കേഷൻ നമുക്ക് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നിർത്താം, അവിടെ അടിച്ചുകൊണ്ട് ഇരിക്കട്ടെ. അയാൾ അവിടുന്ന് വെളിയിലിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അയാൾ എവിടെ താമസിക്കുന്ന അവിടെ നമുക്ക് പിടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ സിനിമാക്കാരെ അവരാരും ലിസ്റ്റ് കൊടുക്കണ്ട. ഞാനാണേ വാങ്ങിക്കില്ല. കാരണം എല്ലാവരെയും പേഴ്സണലായിട്ട് കണ്ടിട്ട് ആരൊക്കെയാണ് സിനിമയിൽ അവർ രഹസ്യമായിട്ട് നമ്മുടെ അടുത്തും അത് റെക്കോർഡ് ചെയ്താൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഒന്നും പോകരുത്. അവർ നമുക്ക് പാസ് ഓൺ ചെയ്യും. ടിനി ടോമിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ബൈജു കൊട്ടാരക്കര അല്ലെങ്കിൽ ലിബർട്ടി ബഷീർ രഹസ്യമായിട്ട് കണ്ടാൽ അവർ ആരൊക്കെയാണെന്ന് നമുക്ക് ഇണ്ടിക്കുക. അവരൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കരുത്. കാരണം അവരൊക്കെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അത് രഹസ്യമായിട്ട് പറയും. ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അവരുടെ വീട്ടിൽ നിന്നോ ലൊക്കേഷനിൽ പോകാതെ തീർച്ചയായിട്ടും ലൊക്കേഷൻ അടിക്കുന്നതൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് പോലീസും എക്സൈസും ചെയ്യേണ്ടത്. അത് ചെയ്യണം. അത് തന്നെയല്ല, എത്ര ഉന്നതനായാലും ശരി, അയാളെക്കെതിരായിട്ട് എവിഡൻസും മറ്റത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് ചേർന്നിട്ട് പെട്ടെന്ന് പൂട്ടുക. അല്ലാതെ ലൊക്കേഷൻ വിടണമെന്ന് ഞാൻ പറയുന്നത്. ലൊക്കേഷൻ പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം അല്ലാതെ തന്നെ അവർ താമസിക്കുന്ന സ്ഥലത്തും അവരുടെ കൂട്ടുകാരും ലോഡ്ജിലോ മറ്റെവിടെയെങ്കിലും നമുക്ക് രഹസ്യമായിട്ട് പിടിക്കാം. അത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അതുകൊണ്ട് തന്നെ ആ പ്രൊഡ്യൂസറും ഡയറക്ടറും എത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ട്? 20 ദിവസം. ആ 20 ദിവസത്തിലൊന്നും ചെയ്യണ്ടെന്ന്. അതിന് 21 ദിവസം കഴിയുമ്പോൾ അവർ വെളിയിൽ വരുമല്ലോ, നമുക്ക് പിടിക്കാമല്ലോ. അല്ലെങ്കിൽ ഇവർ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുമ്പ് പിടിക്കാമല്ലോ. ലിബർട്ടി ബഷീർ, ഏതായാലും സിനിമാ മേഖലയെ ഒറ്റയടിക്ക് ലിബർട്ടി ബഷീർ സിനിമാ മേഖലയെ അങ്ങ് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കാരണം താങ്കളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല മനുഷ്യർ, ഒരുപാട് ഈ ഇൻഡസ്ട്രിയോട് കമ്മിറ്റ്മെന്റ് ഉള്ളവർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ്. ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം, ഈ വലിയ സജീവമായതിനു ശേഷം എന്തെങ്കിലും മാറ്റം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മേഖല ഉണ്ടായിട്ടുണ്ടോ? കുറച്ചുകൂടി അച്ചടക്കം കൈവന്നിട്ടുണ്ടോ താങ്കളുടെ അനുഭവത്തിൽ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും നിങ്ങളെപ്പോലത്തെ ചാനലുകാരെ ഇത് വിവാദമാക്കിയതോടുകൂടിയിട്ട് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് 2 പ്രമുഖ ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് അവർ വീട്ടിലിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ 5-6 മാസത്തേക്കൊന്നും അവരെ സിനിമയിൽ അടുപ്പിക്കില്ല. അത് ഈ നമ്മളെ വിവാദമാക്കിക്കൊണ്ട് മാത്രം, അല്ലെങ്കിൽ 1 മാസം 2 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസ് ആക്കാൻ നോക്കൂ. ആരെങ്കിലും സിനിമയിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ, സംഘടനയിലുള്ള ആൾക്കാരെ എങ്ങനെ കോംപ്രമൈസ് ആക്കാൻ നോക്കൂ. പക്ഷെ ഇപ്പൊ കൊണ്ട് നടക്കുന്നില്ല. അങ്ങോട്ട് ഇപ്പൊ സ്വതവേ ലൊക്കേഷനിൽ ഇങ്ങനെ അടിച്ചിട്ട് വരുന്ന കൂട്ടും കുറവാണ്. ക്രമേണ ഈ നേരത്തെ ബൈജു പറഞ്ഞ മാതിരി പ്രൊഡ്യൂസറും അതിന്റെ ഡയറക്ടറും കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തീരും. അവരെ ജോലി സഹോദരൻ വീട്ടിൽ പോയിട്ടോ റൂമിൽ പോയിട്ടോ കഴിക്കാതിരിക്കട്ടോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡ്യൂട്ടി സമയത്ത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. കാരണം ഈ സിനിമയാണ്, എന്തെങ്കിലും ഒരു ഭാവമാറ്റം വന്നാൽ നമ്മൾ സിനിമയെ ബാധിക്കുന്നത്. അതിപ്പോ കുറെ ബോധം വന്നിട്ടുണ്ട്. നിങ്ങൾ ചാനലുകാർ കുറെ ഇത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. പോലീസ് പോയിട്ടും എക്സൈസ് പോയിട്ടും വിവാദമായി കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി മൊത്തം തകരയില്ലാണ്ട് നന്നാകാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും സിനിമ ആർട്ടിസ്റ്റുകൾ ആവശ്യമാണ് എന്തെങ്കിലും പരസ്യത്തിന് വേണ്ടി. അപ്പൊ അവർ ഒരിക്കലും
ആർട്ടിസ്റ്റുകാരെ തലക്കേറി തുള്ളാൻ നിൽക്കൂല. എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഏതെങ്കിലും പരസ്യം ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് വന്ന് പരസ്യം ചെയ്ത് കൊടുക്കുകയും. അപ്പൊ അതുപോലെ അങ്ങനെ നിർത്തിയാണ് ഒരിക്കലും ടെക്നീഷ്യന്മാരെയും ഡയറക്ടർമാരെ കയറി പിടിക്കാനുണ്ട്. അത് പരസ്യത്തിനുണ്ട്. 20 ആൾക്കാർ പോയിട്ട് ഒരാളെ റെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നുണ്ട്. ജോർജ് സാർ പറഞ്ഞ് ശരിയായിരുന്നു. വേണമെങ്കിൽ 1-2 ആൾക്കാർ പോയിട്ട് സുഖമായി റെയ്ഡ് ചെയ്ത് ആരും അറിയാണ്ട് ആ സംഭവം തിരിച്ച് വരികയും ചെയ്യാൻ. ഇത് പേഴ്സണൽ ഉണ്ടാക്കിയിട്ട് അവർക്കും പേരുണ്ടാക്കുക, അത് ഒറ്റ കൊടുത്തവർക്ക് പേരുണ്ടാക്കുക, അവന്റെ ജീവിതം നശിപ്പിക്കുക. അപ്പൊ എന്തായാലും ഈ ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ പെട്ടെന്ന് പേര് കിട്ടുന്നതാണ്. എന്ത് തൊട്ടാലും പേരാണ്. അപ്പൊ അതിന് ആരും മുതലാതെ ഇതന്നെ നിങ്ങൾ പോലത്തെ ഈ ചാനലുകാരനെ ഇതിന് മാക്സിമം ഇത് കൊണ്ടുവരാൻ തന്നെ ഓട്ടോമാറ്റിക്കായി നിൽക്കും. മലയാള ഇൻഡസ്ട്രി നന്നാവുകയും ചെയ്യും. ശരി, നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ ലിബർട്ടി ബഷീർ ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും സിനിമാ ഇൻഡസ്ട്രി എന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖലയിലാണ്. അവിടെ അവർക്ക് പ്രത്യേക തരത്തിലുള്ള അവകാശങ്ങളൊന്നുമില്ല. കുറ്റം കണ്ടുപിടിച്ചാൽ അല്ലെ കുറ്റത്തിൽ ഏർപ്പെട്ടു എന്ന് അറിഞ്ഞാൽ അവിടെ റെയ്ഡ് നടത്താനും പരിശോധന നടത്താനും കുറ്റക്കാരെ പിടിക്കാനുമുള്ള നിയമപരമായ ബാധ്യത നമ്മുടെ പോലീസ് സംവിധാനത്തിലുണ്ട്. അവരൊരു പച്ചത്തുരുത്ത അല്ലെങ്കിൽ പ്രത്യേക തുരുത്ത നിലനിൽക്കുന്ന ആളുകളല്ല. അങ്ങനെ സിനിമാ ഇൻഡസ്ട്രിയെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ പിന്തുണയ്ക്കാൻ ആ മേഖല തയ്യാറാകണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ എക്സൈസ് പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സിനിമാ മേഖലയിൽ പോലീസ് പരിശോധന പാടില്ല എന്ന ഫെഫ്കയുടെ നിലപാടടക്കമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത്. പ്രധാനപ്പെട്ട അതിഥികൾ നമ്മുടെ ചർച്ചയുടെ ഭാഗമായി. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.